വളരുന്ന ഹൃദയങ്ങൾക്ക് ദൈവീക സാന്ത്വനം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും തളർച്ചകളിലും ദൈവികമായ ആശ്വാസവും പ്രത്യാശയും തേടിക്കൊണ്ടുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. കഷ്ടതകളിൽ തളരുന്ന ഞങ്ങൾക്ക് പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും സ്രോതസ്സായിരിക്കണമേ. ജീവിതത്തിലെ കഷ്ടതകളും മാനുഷിക പരിമിതികളും. മനുഷ്യജീവിതം സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ ഒന്നാണ്. രോഗം, സാമ്പത്തിക തകർച്ചകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഒറ്റപ്പെടൽ എന്നിങ്ങനെ പലതരത്തിലുള്ള കഷ്ടതകൾ നമ്മെ തളർത്താറുണ്ട്. സ്വന്തം കഴിവിലോ സമ്പത്തിലോ വിശ്വസിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നാം പരാജയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് നമുക്ക് അപ്പുറത്തുള്ള ഒരു മഹാശക്തിയുടെ സഹായം നാം തേടുന്നത്. ദൈവത്തെ സ്രോതസ്സായി കാണുക. ഒരു നദി വറ്റാതിരിക്കുന്നത് അതിൻ്റെ ഉറവിടം സജീവമായതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലെ സമാധാനവും ധൈര്യവും വറ്റാതിരിക്കാൻ ദൈവികമായ സ്രോതസ്സുമായി നാം ബന്ധപ്പെട്ടിരിക്കണം. ലൗകികമായ ആശ്വാസങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം ശാശ്വതമാണ്. ഈ പ്രാർത്ഥനയിലൂടെ നാം ആവശ്യപ്പെടുന്നത് പ്രതിസന്ധികൾ മാറുക എന്നതിലുപരി അവയെ നേരിടാനുള്ള ആന്തരിക ശക്തി നൽകുന്ന ആ ഉറവിടമായി മാറണമെന്നാണ്. പ്രത്യാശ ഇരുട്ടിലെ വെളിച്ചം. കഷ്ടതകളിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ പ്രത്യാശ എന്നത് ഇരുട്ടിൽ തെളിയുന്ന ഒരു മെഴുകുതിരി വെളിച്ചം പോലെയാണ്. ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം നമുക്ക് നൽകുന്ന പ്രത്യാശ നിലവിലെ ദുരിതങ്ങൾ അവസാനിക്കുമെന്നും മെച്ചപ്പെട്ട ഒരു കാലം വരുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ്. ഈ പ്രത്യാശയാണ് ഒരു മനുഷ്യനെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആശ്വാസത്തിൻ്റെ തണൽ. മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു തണലാണ് ആശ്വാസം. കഠിനമായ വെയിലിൽ യാത്ര ചെയ്യുന്നവന് ലഭിക്കുന്ന തണൽ പോലെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിൽ തളർന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കുളിർമയേകുന്നു. ഈ ആശ്വാസം വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് അനുഭവവേദ്യമാകുന്ന ഒരു ആന്തരിക സമാധാനമാണ്. കഷ്ടതകളില്ലാത്ത ലോകമല്ല, മറിച്ച് കഷ്ടതകളുടെ നടുവിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന വിശ്വാസമാണിത്. ഭാരപ്പെട്ടവർക്കും തളർന്നവർക്കും ആശ്വാസത്തിൻ്റെ തുറമുഖമായി മാറട്ടെ എന്ന വലിയൊരു ആഗ്രഹമാണ് ഈ ചെറിയ വരികളിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.